ഏപ്രിൽ 12 ദൈവകാരുണ്യ ഞായറാഴ്ച. യോഹന്നാൻ 20:19 മുതൽ 31 വരെ വാക്യങ്ങൾ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ചില സഹോദര വൈദ്യരോടൊപ്പം എനിക്ക് പോളണ്ടിലെ ക്രാക്കോവിലുള്ള ദിവ്യകാരുണ്യ ദേവാലയം സന്ദർശിക്കാൻ ഒരവസരം ലഭിച്ചു. ദിവ്യകാരുണ്യത്തിൻ്റെ ഭക്തിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു റോമൻ കത്തോലിക്ക ബസിലിക്കയാണ് അത്. വിശുദ്ധ ഫൗസ്റ്റീന കൊവാൽസ്കയുടെ വിശ്രമ സ്ഥലവും. പള്ളിക്ക് പുറത്ത് നല്ല തണുപ്പായിരുന്നെങ്കിലും അതിനകത്ത് ദൈവകൃപയുടെ ഊഷ്മളത ഞങ്ങൾ അനുഭവിച്ചു. 3 മാർപ്പാപ്പമാർ ഈ ദേവാലയം സന്ദർശിച്ചിട്ടുണ്ട്. കൂടാതെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ എല്ലാ വർഷവും ഇവിടെ വരുന്നു. ഓരോ വർഷവും ഈസ്റ്ററിന് ശേഷമുള്ള ഞായറാഴ്ച ക്രിസ്തുവിൻ്റെ അതിരറ്റ സ്നേഹത്തെയും ക്ഷമയെയും എടുത്തു കാണിക്കുന്ന ഒരു ഫീസ്റ്റ് ആണ് ദിവ്യകാരുണ്യ ഞായറാഴ്ചയായി സഭ ആഘോഷിക്കുന്നത്. പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള സഭയുടെ ചിന്തയിൽ വേരൂന്നിയ ഈ ആഘോഷം യേശുവിൽ കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കാനും അവൻ്റെ കരുണ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും വിശ്വാസികളെ ക്ഷണിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീന കൊവാൽസ്കയ്ക്ക് ലഭിച്ച വെളിപ്പെടുത്തലുകളിലൂടെയും അമലോത്ഭവ കൺസെപ്ഷൻ മരിയൻ വൈദ്യർ പ്രചരിപ്പിച്ചതുമായ ദിവ്യകാരുണ്യ ഞായറാഴ്ച ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ശക്തമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. കത്തോലിക്ക സഭ സാർവത്രിക തിരുനാളായി ദിവ്യകാരുണ്യ ഞായറാഴ്ച സ്ഥാപിക്കുന്നത് 2000 മഹാജൂബിലി അവസരത്തിലാണ്. ആ സമയത്താണ് വിശുദ്ധ ഫൗസ്റ്റീനെ വിശുദ്ധയായി വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. എന്നാൽ അതിനു മുമ്പ് അതിൻ്റെ സ്ഥാപനത്തിനുള്ള പ്രേരണ 1930കളിൽ യേശുവിൽ നിന്ന് ലഭിച്ച സ്വകാര്യ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. ഈസ്റ്ററിന് ശേഷമുള്ള ഞായറാഴ്ച കരുണയുടെ തിരുനാളായി പ്രഖ്യാപിക്കണമെന്ന് ക്രിസ്തുവിൻ്റെ അഭ്യർത്ഥന വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈസ്റ്റർ തിരുനാളുമായി ഇത് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. പാപത്തിനും മരണത്തിനുമെതിരായ ക്രിസ്തുവിൻ്റെ വിജയമായി ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ആ വിജയത്തിലൂടെ സാധ്യമായ ദൈവദാനത്തെ എല്ലാവർക്കും ലഭ്യമായ രീതിയിലെ പരിധിയില്ലാത്ത കാരുണ്യത്തെ ദിവ്യകാരുണ്യ ഞായറാഴ്ചയായി ഊന്നിപ്പറയുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ യേശുനാഥൻ പറഞ്ഞു, ആ ദിവസം എൻ്റെ ആർദ്ര കാരുണ്യത്തിൻ്റെ ആഴങ്ങൾ തുറക്കപ്പെടുന്നു. എൻ്റെ കരുണയുടെ ഉറവയെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ കൃപകളുടെ ഒരു മഹാസമുദ്രം പകർന്നു നൽകും. ആത്യന്തികമായി ദിവ്യകാരുണ്യ ഞായറാഴ്ച ഒരു ദിവസത്തെ ഭക്തിയേക്കാളൊക്കെ വലുതാണ്. വിശ്വാസത്തിൽ വേരൂന്നിയ ക്രിസ്തുവുമായുള്ള ആ ജീവനാന്ത ബന്ധത്തിലേക്കുള്ള ആഹ്വാനമാണിത്. വിശുദ്ധ ഫൗസ്റ്റീനെ ഏൽപ്പിച്ച സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ കരുണ അക്ഷയമാണെന്ന് സഭ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു. ആത്മാർത്ഥമായ വിശ്വാസത്തോടെ ഈ തിരുനാൾ ആഘോഷിക്കുന്നതിലൂടെ ക്രിസ്ത്യാനികൾ ലോകശാന്തി കൃപയ്ക്കായി അവരുടെ ഹൃദയങ്ങൾ തുറക്കുകയും ലോകത്തിലെ കരുണയുടെ ഉപകരണങ്ങളായി മാറുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR
from Kerala.